ദൈവത്തിരുക്കുമാരനും പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും ഒരു 100,000 നന്ദി. എൻ്റെ പേര് രഹന ജോളി. ഞാൻ എറണാകുളം കരിമാലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 16, 2023 അപ്പോൾ ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ദുരന്തമായിരുന്നു. അത് എൻ്റെ സഹോദരൻ 25-ാം വയസ്സിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. രാഹുൽ എന്നായിരുന്നു പേര്. അപ്പോൾ ചേട്ടന് റെൻ്റ് കാറിൻ്റെ ബിസിനസ്സായിരുന്നു. ഫിനാൻസിൽ നിന്ന് വണ്ടികളൊക്കെ എടുത്തിട്ടാണ് ചേട്ടൻ ബിസിനസ് മുന്നോട്ട് നയിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ്റെ മരണശേഷം വീട്ടിൽ ഫിനാൻസുകാർ വരികയും അപ്പോൾ പപ്പ നേരത്തെ മരിച്ചതുകൊണ്ട് എല്ലാ ബാധ്യതയും ഞാനും അമ്മയും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, ഈ ഫിനാൻസുകാർ വീട്ടിൽ വന്ന് ഒച്ചപ്പാടും ബഹളവും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ബാധ്യത തീർക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ നിലയില്ല കഴുത്തിൽ മുങ്ങി നിൽക്കുന്ന ആ സമയത്ത് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടൻ മരിക്കുന്നത് ഒക്ടോബറിലാണ്. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യം നിയോഗം വെച്ചത് എനിക്ക് മാനസികമായിട്ട് ഒന്ന് നേരെ നിന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ബാധ്യതകളൊന്ന് തീർക്കാനും ചേട്ടൻ്റെ ഫിനാൻസിലെ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്നൊന്ന് തീർത്ത് കിട്ടാനും വേണ്ടിയായിരുന്നു. അപ്പോൾ ആദ്യം ചേട്ടൻ്റെ ഒരു 6-7 വണ്ടികളുണ്ടായിരുന്നു ചേട്ടന്. ഫസ്റ്റത്തെ ഞങ്ങളുടെ അടുത്ത് ഫിനാൻസുകാർ പറഞ്ഞത് 3.5 ലക്ഷം കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ബാധ്യത തീർക്കാനായിട്ട്. അപ്പോൾ കുടുംബത്തിലെ അവസ്ഥയെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടും ഒരിതും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഉടമ്പടി തൈലം പൂശുകയും ഫിനാൻസ് കമ്പനിയിൽ പോയി ഞാൻ ഒപ്പിടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നൊരു ദിവസം എൻ്റെ മാനേജർ കോണ്ടാക്ട് ചെയ്ത് ഇത് പിയറൻ്റാണ്, അപ്പോൾ ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരാൻ നോക്കാം എന്ന് പറഞ്ഞ് 3.5 ലക്ഷം പറഞ്ഞുകൊടുത്ത് 1.50 അവരത് ചുരുക്കി തന്നു. പൈസ അടയ്ക്കേണ്ടതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഞാൻ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്, 1.55 വേണ്ട, 1.30 ഞങ്ങളിത് തീർത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു വണ്ടിയുടെ തീർത്തു. രണ്ടാമത്തെ ഒരു വണ്ടിയുടെ എന്ത് ചെയ്യണമെന്നറിയില്ല, അതും 3.5 ലക്ഷത്തിനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, വണ്ടി ഞാൻ എടുത്തോളാം, 3 ലക്ഷത്തിന് 3.5 ലക്ഷമാണ് പറഞ്ഞത്, അതിൽ 3 ലക്ഷം പുള്ളി തരാം, വണ്ടി എടുത്തിട്ട് ബാക്കി 50,000 രൂപ നിങ്ങൾ കൊടുത്തിട്ട് ആ ഫിനാൻസ് ക്ലോസ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ എല്ലാ ബാധ്യതകളും ഞാൻ ഫെബ്രുവരിയിൽ വന്നു. മാർച്ചിൽ ഇയർ എൻഡിന് മുമ്പായിട്ട് എനിക്കത് മൊത്തം തീർക്കാൻ പറ്റി. മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണത്. രണ്ടാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ചേട്ടൻ്റെയും അത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കയറി. ചേട്ടൻ്റെ മരണശേഷമായിരുന്നു ഞാൻ കയറിയത്. പള്ളിയിൽ അച്ഛനൊക്കെ സഹായിച്ച് ഞാൻ ഫ്രീ ആയിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അതിനുശേഷം അവർ പ്രോസസ്സിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായി. ആകെ ഞാൻ സ്പ്രെഷൻ ഞാൻ ഒറ്റ തവണ ഞാൻ അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. സ്പ്രെഷൻ എക്സാം എഴുതാൻ പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കൂടെ തന്നെ പിടിച്ച് അവർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറയുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്പ്രെഷൻ പാസ്സാവുകയും ചെയ്തു. ഞാൻ സ്പ്രെഷൻ പാസ്സാവുകയും ചെയ്തു. സ്പ്രെഷൻ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ്, ജർമ്മനിൽ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു എനിക്ക് വലിയൊരു കടമ്പയായിട്ടുണ്ടായിരുന്നത്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഇൻടേക്കിൽ എനിക്ക് പോകണം, മാർച്ച് ഏപ്രിലിൽ പോകണം. ഫെബ്രുവരി ലാസ്റ്റായിട്ടും എൻ്റെ ഇൻ്റർവ്യൂ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി, എന്നിട്ട് ഞാൻ നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പും തൈലവും പൂശി ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ പൂശി ഇവിടെ വന്ന് മാതാവിൻ്റെ അവിടെയുള്ള ഗ്രോട്ടോയിൽ ചെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പറയുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് മാർച്ച് ഏപ്രിൽ ഇൻടേക്ക് തന്നെ ഒന്ന് പോകണം മാതാവ്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അത്രയും മോശമാണ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാർച്ചിൽ എനിക്ക് തന്നെ അറിയില്ല, മാർച്ചിൽ എല്ലാ വ്യാഴാഴ്ച എനിക്ക് ഓരോ അപ്ഡേറ്റ്സ് വഴിയാണ് വന്നത്. ഫസ്റ്റ് വ്യാഴാഴ്ച ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു, സെക്കൻഡ് വ്യാഴാഴ്ച ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, കോൺട്രാക്റ്റ് വന്നു, വിസയ്ക്ക് വെച്ചു. ഈ ആഴ്ച എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ ഈ ആഴ്ച ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത് എൻ്റെ ഒരു കഴിവുകൊണ്ട് ഞാൻ നേടിയതല്ല, എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹമാണിത്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പാവപ്പെട്ട എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് ഞാൻ പൊതിഞ്ഞ് കെട്ടി വഴിയോരങ്ങളിലും
ഹോസ്പിറ്റൽസിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രക്കെട്ട് വാങ്ങിക്കൊണ്ട് പോയി അതിൽ വചനം എഴുതി ഉടമ്പടി തൈലം പൂശി ഞാനിങ്ങനെ പറയും, മാതാവേ അർഹതപ്പെട്ടവർക്ക് ഇത് അവരുടെ കൈകളിലെത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതിൽ ദൈവവചനം എഴുതി ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിള് ഞാൻ നല്ല രീതിയിൽ ബൈബിള് വായിക്കും. എനിക്ക് സ്പാർക്ക് ചെയ്യുന്ന എല്ലാ വചനങ്ങളും ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ബൈബിള് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വായിച്ച വചനങ്ങളും ഞാൻ ഏറ്റു പറയുകയും അത് പഠിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യും. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ പ്രോസസ്സിങ് എല്ലാം ജർമ്മൻ പ്രോസസ്സിങ് തന്നെ നല്ല ലാഗ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുക, ഉടമ്പടി ധ്യാനം കാണുക, നിങ്ങൾക്കതിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവും. ഞാൻ എല്ലാ ദിവസവും അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 2-3 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിങ്ങനെ എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രോഗസൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നേ വരെ ആ മൈഗ്രെയിൻ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. രഹ്ന ജോളി എന്ന ഈ മകൾ കുടുംബവും ജീവിതവും വലിയ ദുരന്തത്തിൽ അകപ്പെടുമ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ എത്തിച്ചേരുന്നത്. മകൾ പറഞ്ഞു, സഹോദരൻ്റെ ആകസ്മികമായ അപകട മരണം, അതിനു മുൻപേയുള്ള പിതാവിൻ്റെ മരണം, മകൻ്റെ സഹോദരൻ്റെ മരണത്തോടുകൂടി വന്ന വലിയ ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ, അത് തിരികെ വീട്ടുവാനാവാത്ത ജീവിത സാഹചര്യങ്ങൾ, ഒത്തിരി ഫിനാൻസുകാരെ വീട്ടിൽ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ഞെരുക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സഹോദരൻ്റെ നഷ്ടവും സാമ്പത്തികമായ ഞെരുക്കവും മറ്റുള്ളവരുടെ ശല്യവും എല്ലാം കൂടി ഭയങ്കരമായി ദുരിതപൂർണമായി ജീവിതം മാറുകയും ഏറെ നിരാശയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുവാനാവാത്ത അവസ്ഥ എത്തുമ്പോഴാണ് മറ്റൊരു വ്യക്തി പറഞ്ഞതിന് പ്രകാരം അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് കണ്ണീരോടുകൂടി അണയുന്നത്. അമ്മയുടെ ഉടമ്പടി എടുത്തു തുടങ്ങിയ ദിവസം മുതൽ മകൾക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം അതൊരു ആത്മധൈര്യമാണ്. ജീവിക്കണമെന്ന ആത്മധൈര്യം, ജീവിതത്തിൻ്റെ ഓരോ തകർച്ചയും ദുരന്തവും മാറും വിധം പ്രയത്നിക്കണമെന്ന ആത്മധൈര്യം, അതിന് എൻ്റെ കൃപാസന മാതാവും ഈശോയും എന്നെ സഹായിക്കും എന്നൊരു ബോധ്യവും, അതിനാണ് ഉടമ്പടി ജീവിതം തുടങ്ങുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒരു 1.5 മാസം കഴിയുമ്പോൾ തന്നെ ഓരോ കാര്യവും കുടുംബം ഞാനും അമ്മയും അറിയാതെ തന്നെ ഓരോന്നും എനിക്ക് ഈശോ അമ്മ മാതാവിലൂടെ ക്രമീകരിച്ചു തന്നു. അതിന് 2-3 സൂചനകളാണ് മകൾ പറഞ്ഞത്. ആദ്യത്തെ ഒരു കാറുമായി ബന്ധപ്പെട്ട ബാങ്കുകാർ പറഞ്ഞു 3.5 അടക്കാനുണ്ട്, 1.5 കൊടുത്താൽ മതി. വീണ്ടും അതടക്കുവാൻ വേണ്ടി യാതൊരു വിഷമിച്ച് പണം തേടിക്കൊണ്ടിരിക്കുമ്പോൾ തലേദിവസം വിളിച്ച് പറയുന്നു, അതിൻ്റെ ഫോട്ടോ ഇന്നിട്ടതാ, ഒന്നുകൂടെ നോക്കട്ടെ. എന്നിട്ട് 20,000 രൂപ കൂടെ കുറച്ച് 1.30 വാഹനം, റെൻ്റേ കാർ ബിസിനസ്സിൻ്റെ ഒരു വാഹനത്തിൻ്റെ ഇടപാട് തീർക്കുന്നു. മറ്റൊന്ന് സഹോദരൻ്റെ കൂട്ടുകാരൻ തന്നെ എടുത്ത് അതിൻ്റെ പണം കൊടുത്ത് മറ്റൊരു ബാധ്യത തീർക്കുന്നു. അങ്ങനെ 5-6 കാറുകളുള്ളത് ഓരോന്നും അമ്മ മാതാവ് ഇങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഓരോ കാര്യവും നിവർത്തിച്ചു കൊടുത്തു. കുടുംബം വലിയ രീതിയിൽ ഈ കടബാധ്യതകളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചത് മകൾ പറയുന്നുണ്ട്. ഫെബ്രുവരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാർച്ച് 31 മുമ്പ് എല്ലാ ബാധ്യതകളും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടത് അമ്മ മാതാവ് നീക്കി തന്നുവെന്ന്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ, ഏതൊരു ക്ലേശത്തിലും കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് നിവർത്തിച്ചു തരുവാൻ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് മകളുടെ ആദ്യത്തെ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് സഹോദരൻ ഉള്ളപ്പോൾ പറഞ്ഞതാണ്, മോളെ നീ വിദേശത്ത് പോയി പഠിച്ച് ജോലി ചെയ്താലേ നമ്മുടെ കുടുംബം രക്ഷപ്പെടൂ. അങ്ങനെയാണ് മകളെ പഠനത്തിന് വേണ്ടി ആദ്യം IELTS വേണ്ടി കൂടെ ചേർത്തതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോഴാണ് അപകടത്തിൽ സഹോദരൻ മരിക്കുന്നത്. പിന്നീട് അതിൻ്റെ ട്രോമയും വിഷമങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോയി. എങ്കിലും സഹോദരൻ്റെ ആ വാക്ക് ഉള്ളിൽ തീയായി കിടക്കുന്നത് കൊണ്ട് മകളെ 2 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും പോയി ജർമ്മൻ പഠനത്തിന് ചേരുന്നു. ചിലരൊക്കെ അതിന് സഹായിക്കുന്നു. ആ പഠനം മകൾ പറയുന്നുണ്ട്, ഏറെ ക്ലേശകരമായ പഠനം.
ഒത്തിരി പേർ പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെടുന്നൊരു പഠനം. ഞാനവിടെ പഠിക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ അമ്മ മാതാവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വായിക്കുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ എഴുതുന്നതും അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എൻ്റെ കഴിവ് കൊണ്ടല്ല, ലാംഗ്വേജിലുള്ള എൻ്റെ പ്രാവീണ്യം കൊണ്ടുമല്ല, മറിച്ച് അമ്മ മാതാവ് ഈശോയുടെ കൃപയാൽ എന്നെ സഹായിച്ചു കൊണ്ടിരുന്നതാണ്. അതാണ് മകള് ആ പരീക്ഷകൾ ആദ്യത്തെ തവണ തന്നെ എല്ലാം എഴുതി വേഗം വിജയിക്കുവാൻ ഏറെ പ്രയാസമുണ്ടായിരുന്ന സ്പീക്കിങ്, അത് കൂടെയുള്ള വ്യക്തി കൂടി നന്നായി പറഞ്ഞാലേ വിജയിക്കുകയുള്ളൂ. മകൾ പറയുന്നുണ്ട്, ആ വ്യക്തി പലപ്പോഴും പറയുന്നതിൽ പോരായ്മ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നന്നായി സംസാരിക്കുവാൻ ആ അവസരങ്ങളൊക്കെ അമ്മ ഒരുക്കി തന്നു. എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മയുടെ കാശുരൂപം പിടിച്ച് പങ്കെടുത്ത ആ പരീക്ഷ എനിക്ക് വിജയം നൽകി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ അവസരമൊരുക്കിയെന്ന മകൾ പറഞ്ഞ രണ്ടാമത്തെ വിഷയം അതാണ്. ഏത് കഠിനമായ പരിശ്രമത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും വിജയം അപ്രാപ്യമെന്ന് സ്വയം കരുതുമ്പോഴും നമുക്ക് വേണ്ടി വിജയം നേടിത്തരുവാൻ പറ്റും വിധം അമ്മ മാതാവ് നമ്മളെ സഹായിക്കും, നമുക്ക് സന്ദേശം നൽകും, നമുക്ക് ആത്മധൈര്യം നൽകി ഭയപ്പാടുകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. മൂന്നാമത്തത് മകൾ സൂചിപ്പിച്ചത് അതിൻ്റെ പ്രോസസ്സാണ്. വിദേശത്ത് പോകുവാനുള്ളത് ആദ്യത്തെ ഒരു ഏജൻസിക്ക് കൊടുത്തു, പണം ഉൾപ്പെടെ അത് നഷ്ടപ്പെടുന്ന അവസ്ഥയെത്തി, അത് കാര്യം മുന്നോട്ട് പോയില്ല. രണ്ടാമത് മറ്റൊരു ഏജൻസിക്ക് കൊടുത്തു. ഈ ഫെബ്രുവരി വരെ യാതൊരു തീരുമാനവും ഉണ്ടായില്ല. അപ്പോഴാണ് മകൾ അല്പമൊന്ന് ഉഴപ്പിയ ഉടമ്പടി ഇവിടെ വന്ന് വീണ്ടും ഒന്ന് പുതുക്കുന്നത്. മകൾ ഉടമ്പടി പുതുക്കിപ്പോയ ദിവസം മുതൽ എല്ലാ വ്യാഴാഴ്ചയിലും മകൾക്ക് ഓരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യാഴാഴ്ച കഴിയും തോറും ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ മകൾ അറിയുകയാണ് മകളുടെ വിസ അടിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര കണ്ട് നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന ഒരു വിഷയത്തെയും മകൾ മാർച്ച് ഏപ്രിൽ ഇൻടേക്കിൽ ജർമ്മനിയിലേക്ക് പോകണമെന്നാണ് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ആ മാർച്ച് ഏപ്രിലിൽ തന്നെ എല്ലാ കാര്യവും ക്രമീകരിച്ച് ഈ ദിവസങ്ങളിൽ വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു. നമ്മുടെ ജീവിതം അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ ഒരു നിയോഗം അമ്മയെ ഏൽപ്പിച്ചോ, അമ്മ അതുമായി നമ്മുടെ കൂടെ നടക്കും. അതുകൊണ്ട് ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുക. നിയോഗങ്ങൾ അമ്മ നമുക്ക് അനുകൂലമായ സമയത്ത്, നമുക്ക് കൂടുതൽ നന്മ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുവാൻ ഒട്ടും അമാന്തിക്കാതെ നമുക്ക് ഏറ്റവും വലിയ ബലമായി, ഏറ്റവും വലിയ വെളിച്ചമായി, ഏറ്റവും വലിയ കരുതലായി കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. സങ്കടക്കടലിൽ നിന്ന് സന്തോഷക്കരയിലേക്ക് ഈ മകളെയും കുടുംബത്തെയും കൈപിടിച്ച് നടത്തിയ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.